എപ്പിസോഡിന്റെ തുടക്കത്തില് അപ്പൂപ്പ മാസ്റ്ററും വേറൊരാളും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ ആ പോർട്ടലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വില്ലൻ അവനെ തേടി അങ്ങനെ പോവാണ്. അവർക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടായിരിക്കും അവൻ മാത്രം ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്ന്. അവന് മറ്റെന്തോ ഉദ്ദേശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും അടുത്തുള്ള ഒരു വലിയ കാട്ടിലേക്ക് എത്തും. ആ കാട് മുഴുവൻ അവർ ചുറ്റി നടക്കും. അപ്പൊ ആ സ്റ്റൈലിന് ഓഫീസർ പറയും, ഇവിടെ മുഴുവൻ അന്വേഷിക്കണമെങ്കിൽ മിനിമം ഒരാഴ്ചയെങ്കിലും പിടിക്കും. അതിന് അപ്പൂപ്പ മാസ്റ്റർ ആളാളുടെ പവർ എടുത്ത് മിന്നൽ വേഗത്തില് അവിടെ മുഴുവൻ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ പോർട്ടൽ വില്ലൻ അവൻ അങ്ങനെ ഹായായിട്ട് നടക്കുകയാണ്. അവനെ കണ്ട ഉടനെ ഇപ്പൊ അപ്പാപ്പൻ ആള് ചാടി വീണ് അവനെ അടിച്ച് താഴെയിടും. എന്നിട്ട് അവന്റെ കൈ പിടിച്ച് തിരിച്ച് ഇപ്പൊ മടക്കി ലോക്ക് ചെയ്യും. ശബ്ദം കേട്ട് അപ്പ അവിടേക്ക് ഒരുപാട് പോലീസ് എത്തും. അവനെ കൊണ്ട് അവന്റെ കയ്യിലൂടെയും കാലിലൂടെയും ബോഡിയിലൂടെ വരെ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അപ്പാപ്പൻ അവന്റെ കൈയും കാലും എല്ലാം കെട്ടിയിട്ട് അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ അതേ സമയത്ത് അവിടെ വലിയ ശബ്ദം കേൾക്കും. എല്ലാവരും ടെൻഷനായിട്ട് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പ വില്ലൻ പറയും, ഇതവനാണ്, ഇത് ഉറപ്പായിട്ടും അവൻ തന്നെയാണ്, അവനുമായിട്ട് ബിസിനസ് ഡീൽ നടത്താനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പാപ്പൻ മാസ്റ്റർ ഇപ്പൊ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാര് അവന്റെ കാല് കാണുക. അവന്റെ കാലിന് ഒരു മനുഷ്യന്റെ അത്രയും വലിപ്പമുണ്ട്. അവൻ ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് വെക്കും തോറും ആ ഭൂമി പോലും ഇപ്പൊ കുലുങ്ങാൻ തുടങ്ങും. ആക്ച്വലി ഇവനാണ് ആൽഫാർ വണ്ണിന്റെ കാവൽക്കാരൻ. ആ മോൺസ്റ്റർ അവനിപ്പോ അവിടേക്ക് വന്ന് നിലവിളിച്ചു പറയും, എന്റെ മാസ്റ്ററാണ് ആൽഫാർ വൺ. ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ഈ ലോകം തന്നെ ഇല്ലാതാക്കും. ആ മോൺസ്റ്റർ അതിന്റെ കൈ ചുരുട്ടി നിലത്തൊരൊറ്റ അടി. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കും. അപ്പൊ ടിവിയില് ആ ഡോമർ വില്ലൻ അവൻ കൊറ്റി വില്ലനെ അറ്റാക്ക് ചെയ്തതും ആംബുലൻസ് അത് തകർത്തതും സാൻഡ്മാനുമായിട്ട് ഫൈറ്റ് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ലൈവായിട്ട് ന്യൂസിൽ കാണിക്കും. അത് കണ്ട് ഇസുക്ക് പയ്യൻ അവൻ ഒരുപാട് ടെൻഷനാവും. കാരണം അവരെല്ലാവരും ചേർന്ന് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ആ വില്ലനെ അവനെ ലോക്ക് ചെയ്തത്. അപ്പൊ ഐസമ മാസ്റ്റർ പറയും, ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം ഓൾറെഡി നമ്മുടെ ജോലി നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ഒട്ടും സമയമില്ല. നീ എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് തിരികെ പോകണം. നിന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഓക്കെ ആയി തിരികെ സ്കൂളിലെത്തി. നമ്മുടെ കിസ്സിങ് അമ്മൂമ്മ എല്ലാവർക്കും കിസ് കൊടുത്ത് എല്ലാവരുടെയും മുറിവുകള് അത് മുഴുവനായിട്ടും ഹീൽ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇസുക്ക് പയ്യൻ അവൻ മാസ്റ്ററിനോട് ചോദിക്കും, ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ പെൺകുട്ടി അവൾ ഉണരും വരെയെങ്കിലും ഞാൻ അവളുടെ കൂടെ തന്നെ നിന്നോട്ടെ. അതിന് മാസ്റ്റർ പറയും, അതിന്റെ ആവശ്യമില്ല, അവളെ നോക്കാൻ ഞാനുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ തിരികെ സ്കൂളിലേക്ക് പോകണം. അങ്ങനെയെങ്കിൽ ഞാൻ ചുന്ദരക്കുട്ടപ്പൻ അവനെങ്കിലും ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ഹീറോ ഇപ്പോ ആളുടെ റൂമിലേക്ക് ഓടും. അവിടെ ചുന്ദരക്കുട്ടൻ അവൻ നൈറ്റ് ടൈം മാസ്റ്റർ മരിച്ചു പോയതിനെ ഓർത്ത് ഇപ്പൊ ഒരുപാട് വിഷമിച്ച് കരയാണ് എന്നായിരിക്കും നമ്മുടെ ആള് കരുതുക. പക്ഷെ ഡോർ തുറക്കുമ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവൻ ആ ബെഡിൽ കിടന്ന് കുത്തിമറിയാണ്. അവൻ പറയും, എന്റെ പവറും പോയി, എന്റെ മാസ്റ്റർ ആളും തട്ടിപ്പോയി. പക്ഷെ ആദ്യമായിട്ടാണ് നൈറ്റ് ഒരാളെ നോക്കി ചിരിച്ചു കാണിച്ചത്. അത് മറ്റാരെയും നോക്കിയല്ല, എന്നെ നോക്കിയാണ്. ഞാൻ വലിയൊരു സൂപ്പർ ഹീറോ ആയി തീരുമെന്ന് ആളെനിക്ക് വാക്ക് തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിനോടും ഇപ്പൊ പേടിയില്ല. ആള് പറഞ്ഞതുപോലെ ഫ്യൂച്ചറിൽ ഞാൻ വലിയ സൂപ്പർ ഹീറോ ആയി മാറും. അത് കേൾക്കുമ്പോ ഇപ്പൊ ഹീറോയ്ക്ക് ഒരുപാട് വിഷമാവും. കാരണം അവന് പവർ നഷ്ടപ്പെട്ടപ്പോ പോലും അവൻ വിട്ടുകൊടുക്കാതെ ആ പെൺകുട്ടിയെ അവളെ സേഫാക്കി ചേർത്ത് പിടിച്ച് മുൻപോട്ട് ഓടി. പക്ഷെ ഇസുക്ക് പയ്യൻ അവൻ ആ പെൺകുട്ടിയുടെ പവർ കൊണ്ടാണ് ആ വില്ലനെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്തത്. ഇസുക്ക് അവനിപ്പോ ചുന്ദരക്കുട്ടനോട് പറയും, ആക്ച്വലി ഈ 1 for all പവർ അത് നിനക്ക് അവകാശപ്പെട്ടതാണ്. മാത്രമല്ല നിനക്കാണ് അത്രയും കഴിവ്. നിനക്ക് വിരോധമില്ലെങ്കിൽ ഈ പവർ അത് ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ്. അതിനാ ചുന്ദരം പറയും, അയ്യോ വേണ്ട വേണ്ട, ആക്ച്വലി ഈ പവർ അത് ഏറ്റവും ആപ്റ്റ് നിനക്ക് തന്നെയാണ്. എന്നെ കൊണ്ട് ഒരിക്കലും ഈ പവർ കൺട്രോൾ ചെയ്യാനോ അത് ഉപയോഗിക്കാനോ കഴിയില്ല. മാത്രമല്ല ഐസമ മാസ്റ്റർ ആള് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ പവർ അത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞ എന്റെ പവർ അത് അവൾക്ക് എനിക്ക് തിരികെ തരാൻ കഴിയും എന്നാണ്. ഇനി എനിക്ക് പവർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. മാത്രമല്ല എനിക്ക് എന്റെ പവർ അതെപ്പോ തിരികെ കിട്ടുന്നോ ഉറപ്പായിട്ടും അപ്പൊ തന്നെ ഞാൻ വീണ്ടും US സ്കൂളിൽ ജോയിൻ ചെയ്യും. എന്നോട് എന്റെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും ഞാൻ വലിയൊരു സൂപ്പർ ഹീറോ ആകുമെന്ന്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വലിയൊരു സൂപ്പർ ഹീറോ ആവും. മില്യൺ ജനങ്ങളുടെ ജീവൻ ഞാൻ തന്നെ രക്ഷിക്കുന്നു പറയും.
അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ US സ്കൂള് കാണിക്കും. അവിടേക്ക് കരീഷ്മയും നമ്മുടെ ഹീറോയും അവർ രണ്ടുപേരും കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ അവിടേക്ക് പോലീസ് എത്തും. പോലീസ് പറയും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു അറ്റാക്ക് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സ്റ്റേഷനിൽ വെച്ച് ഇപ്പൊ ഒരുപാട് നേരം അവരോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ രാത്രിയാവുമ്പോ അവരെ രണ്ടുപേരെയും തിരികെ ഹോസ്റ്റലിലേക്ക് എത്തിക്കും. അപ്പൊ ഡോറയും നമ്മുടെ പ്രോഫി പെണ്ണും അവരും ഇപ്പൊ അവരുടെ അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങള് ഇപ്പൊ ഡിസ്കസ് ചെയ്ത് ഹോസ്റ്റലിലേക്ക് വരും. അവരെ കണ്ട ഉടൻ ഇപ്പൊ ഹോസ്റ്റലിലുണ്ടായിരുന്ന ബാക്കി സ്റ്റുഡൻസ് അവരോടി വന്ന് എന്തുപറ്റി, എന്താ ഉണ്ടായേ, പോലീസുകാരെന്തിനാ നിങ്ങളെ ഡ്രോപ്പ് ചെയ്തേ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഫൈറ്റ് അത് ഞങ്ങൾ ടിവിയിൽ കണ്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ, പരുക്കുണ്ടോ, എന്തെങ്കിലും ഒരുപാട് ചോദ്യങ്ങള് അവർ ചോദിക്കും. അതിന് ലിഡാ പയ്യൻ അവൻ ടെൻഷനായിട്ട് നിർത്തടാ നിങ്ങള്, സ്റ്റോപ്പ് ദ ഫക്ക്. അവർ ആക്ച്വലി ഒരുപാട് ടയർഡായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. അവർക്ക് കുറച്ചെങ്കിലും സമാധാനം നിങ്ങൾക്ക് കൊടുത്തൂടെ, അവർക്കിപ്പോ ആവശ്യം റെസ്റ്റാണ്. കട്ട് ചെയ്ത ഡോറ അവളിപ്പോ ഒരുപാട് വിഷമത്തില് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ആക്ച്വലി ഡോറയാണ് വലിയ പരുക്ക് പറ്റിയ നൈറ്റയെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ആളുടെ വയറ്റില് അവള് വലിയൊരു കല്ല് കണ്ട് അത് ഇളക്കിയെടുക്കാൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ അവൾ എത്ര ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് അത് ഊരിയെടുക്കാൻ കഴിയില്ല. അവൾ ചിന്തിക്കും ഒരു പക്ഷേ അതൊരു കത്തിയോ ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് ഞാൻ ഈസി ആയിട്ട് ഊരിയെടുത്ത് മാസ്റ്ററിനെ രക്ഷിച്ചേനെ. എനിക്കൊന്നും ചെയ്യാനായില്ല. മാസ്റ്ററിന്റെ മരണം അത് നോക്കി നിൽക്കാൻ മാത്രമേ എന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഫൈറ്റിനെ കുറിച്ചും നൈറ്റ് ടൈം മാസ്റ്ററിനെ കുറിച്ചും ഒരുപാട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ചപ്പർത്തലേനും ടോഡറോക്കിയും അവർ രണ്ടുപേരും പറയും ഞങ്ങൾക്ക് നാളെയാണ് പ്രൊവിഷണൽ ലൈസൻസിന്റെ ആ ഒരു ടെസ്റ്റ്, അതുകൊണ്ട് നേരത്തെ ഉറങ്ങണം, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ഡിസ്കഷന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും റൂമിലേക്ക് പോകും. ഇവിടെ ഹീറോ ആണെങ്കിൽ ഇപ്പൊ വീണ്ടും അവര് പോയതും ഫൈറ്റ് ചെയ്തതും മാസ്റ്ററിന് പരുക്ക് പറ്റിയതും ചുന്ദരക്കൂട്ടന്റെ പവർ പോയതും അവളെ രക്ഷിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ വീണ്ടും മനസ്സിലൂടെ റീവൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ ചിരിക്കുട്ടനും ആ ഒരു മൈക്കും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ ചപ്പർത്തലേനെയും ടോഡറോക്കെയും അവരെ രണ്ടുപേരെയും ആ ട്രെയിനിങ്ങിന് കൊണ്ടുപോവാണ്. അപ്പൊ ചിരിക്കുട്ടൻ അവനും എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഓർത്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ അപ്പൂപ്പ മാസ്റ്റർ ഇപ്പൊ ചിരിക്കുട്ടനെ ഫോൺ ചെയ്ത് ചില കാര്യങ്ങൾ പറയും. ഞങ്ങൾ ആ കാട്ടിൽ വെച്ച് ആൽഫാർ 1ന്റെ ബോഡി ഗാർഡിനെ കണ്ടു. ആ ഭീകര രൂപത്തെ കണ്ട് ഞങ്ങൾ ഒരുപാട് പേടിച്ചുപോയി. അവന്റെ ഒരു കാല് അതൊരു മനുഷ്യന്റെ അത്രയും സൈസ് ഉണ്ട്. മാത്രമല്ല അവൻ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ആ സ്ഥലം പോലും ഇളകി മറിയാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അവന്റെ കയ്യിൽ നിന്ന് തലനാരഴക്കി രക്ഷപ്പെട്ടത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. ചിരിക്കുട്ടനാവട്ടെ അവരെ രണ്ടുപേരെയും കൂട്ടി ഇപ്പൊ ബാറ്റിൽ നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകും. അവിടെ എത്തുമ്പോ തന്നെ അവരാ എൻഡവറിനെ കാണും. എൻഡവർ ചിരിക്കുട്ടനോട് പറയും എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. ഇവിടെ ടോഡറോക്കിക്കാണെങ്കിൽ അവന്റെ പപ്പയെ കാണുമ്പോ തന്നെ ഇപ്പൊ ഒരുപാട് ദേഷ്യവും വിഷമവും വരും. അപ്പൊ ടോഡറോക്കിയെയും ചപ്പർത്തലേനെയും കണ്ട് ആ ഇനസാ പയ്യനും കേമിയും അവർ രണ്ടുപേരും ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. അങ്ങനെ ഈ രണ്ട് ടീമും 150 പറഞ്ഞ് 100 പറഞ്ഞ് ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.